എങ്ങനെ ആദ്യം മുമ്പിലെ ആടാ അങ്ങോട്ട് അങ്ങോട്ട് قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم هو الله اللهم إلى حضرة من ماتوا منا يا رب العالمين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم بارك لنا في جميع أمورنا خصوصا فيما وتدريسنا وفي سائر معاملاتنا يا رب العالمين بركة الصالحين آمين آمين برحمتك يا أرحم الراحمين السلام عليكم തന്നെയാണ് ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് സയ്യിദ് മുസ്തഫ ബാഅലവി തങ്ങളുടെ പ്രാർത്ഥനയോടും അതുപോലെ അവർക്ക് ആദ്യാക്ഷരം എഴുതി കൊടുത്തുകൊണ്ടും നമ്മുടെ ഈ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ പോവുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മക്കളെ അല്ലാഹു നല്ല സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇങ്ങനെ ഈ രണ്ട് ലൈനായി അവരെ വരവേറ്റുകൊണ്ട് ഇന്ന് നമ്മുടെ പരിപാടികളിൽ തുടക്കം കുറിക്കും. അല്പസമയത്തിനകം ബഹുമാനപ്പെട്ട തങ്ങൾ അവர்கள் നമ്മുടെ വേദിയിൽ എത്തും ചെയ്യും ഇൻഷാ അല്ലാഹ്. എല്ലാവരും അവർ കഴിയുന്നതുവരെ ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വാഹിദ് ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بالله من الشيطان الرجيم
സ്വാഗത ഭാഷണം നിർവഹിച്ചുകൊണ്ട് മഹല്ലത്തിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി അബ്ദുൽ സമദ് സാഹിബ് അവർ സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ മഹല്ലത്തിന്റെ ഖത്തീബ് ഉസ്താദ് അവരുടെ മറ്റു ഉസ്താദുമാരെ, ഹയത്തുൽ ഇസ്ലാം കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, മറ്റു ഭാരവാഹികളെ, മുൻ കമ്മിറ്റി അംഗങ്ങളെ, മഹല്ലിലെ മുഴുവൻ ഈ ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായുള്ള മുന്നേറ്റത്തിന് നമ്മോട് അല്ലെങ്കിൽ നമ്മുടെ മഹലിനോട് ചേർന്ന് സഹകരിക്കുന്ന ഉസ്താദുമാരുടെ ചിന്തകൾക്കും അവരുടെ പ്രവർത്തികൾക്കും നമ്മൾ തുണയായി നിൽക്കുക എന്നുള്ളൊരു കർത്തവ്യം മഹല്ലിന്റെ ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട്. നേരറിവിന് വേണ്ടി അറിവുകൾ പലതരത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ശീർഷകം നേരറിവ് എന്നാണ്. നേരറിവിന് വേണ്ടി ഉസ്താദുമാരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഉസ്താദുമാർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ കാര്യമാണ് പ്രത്യേകിച്ച് മദ്രസ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം രക്ഷിതാക്കൾ പ്രത്യേകം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഉസ്താദ് പ്രവർത്തനം ഭംഗിയാക്കാനും നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നതോടൊപ്പം മദ്രസ PTA കമ്മിറ്റി മാസം കൂടാൻ നമുക്ക് പ്രയാസമുണ്ടാവും. 100% രക്ഷിതാക്കളും ആ PTA കമ്മിറ്റിയിൽ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി പ്രവേശനോത്സവം ബോധത്തിന്റെ സുവർണകാലത്ത് തീർത്ത് ജ്ഞാനസാഗരത്തിൽ മുത്തും പവിഴവും കോർത്ത് അറിവിന്റെ ആകാശങ്ങളിലേക്ക് ഉമ്മത്തിനെ കൈപ്പിടിച്ചുയർത്തി മഹാജ്ഞാനികളുടെ നിർവീക്ഷണമായി ഉദയം ചെയ്ത പണ്ഡിത പ്രസ്ഥാനം മുള്ളും മുൾവേലികളും തകർത്തെറിഞ്ഞ് മുസ്ലിം ഉമ്മത്തിന് മുത്തുറസൂലും സഹാബത്തും കാണിച്ച മുസ്തഖീമായ നേർരേഖയിൽ ആശയ വൈകല്യങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെടാതെ സംരക്ഷണ വലയം തീർത്ത സംഘശക്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനമായ ഈ ഘടകം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഹിമ്മാത്തുൽ ഇസ്ലാം മദ്രസയിലെ പ്രവേശനോത്സവം അധ്യക്ഷ സ്ഥാനം വഹിച്ചുകൊണ്ട് സംസാരിക്കുന്നത് TP ഇതിനു മുമ്പും വേദിയിൽ പ്രസംഗിക്കുന്നതിന് പരിചയമില്ലാത്തതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും വാക്കുകൾ നമുക്ക് ഈ കുട്ടികളുടെ പ്രവേശനോത്സവം ഭംഗിയായി നടത്തുക, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നടത്തുവാനും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവസരമുള്ള നൽകട്ടെ എന്നും ഇതിനു മുമ്പും നമ്മൾക്ക് മാർഗം കാണിച്ചു അവരുടെ തമ്മിലുള്ള ഭാഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ വലിയ സംസാരം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് സീനിയർ ഉസ്താദ് മൊയ്തീൻ മുസ്ലിയാർ അവർ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റസ്ഖ്നി ഇൽമ. ബഹുവന്യരായ ഉസ്താദ് അവറുകളെ, മറ്റു ഉസ്താദ്മാരെ, ബഹുമാനമുള്ള കമ്മിറ്റി ഭാരവാഹികളെ, ഉമ്മ പങ്ങന്മാരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നീട്ടിവലിച്ചൊരു സംഭാഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എല്ലാ ഉദ്ഘാടന പ്രസംഗം ഏകമായി ഒരു സമയം ഈ മുറ്റത്ത് എന്നോട് ശരിയാണെങ്കിൽ ഈ മുറ്റത്ത് നമ്മളെല്ലാവരും വന്നതും നമ്മൾക്ക് രണ്ട് ലോകത്തേക്കുമുള്ളതായ ഉയർച്ചയ്ക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പൊരുത്തപ്പെട്ട നിലയ്ക്ക് ജീവിച്ചു മരിക്കാനുള്ളതായിരിക്കുന്നു. മക്കളെ ശ്രദ്ധിക്കും, വടക്ക് ശ്രദ്ധിക്കും മക്കളെ. പിന്നെ ആദവും മര്യാദ, അച്ചടക്കം, അത് എന്തായിരിക്കണം? അബദൻ, എന്നൊന്നും കാണും, എന്നൊന്നും ഉണ്ടായിരിക്കുന്ന വാക്ക് മക്കൾക്ക് ആദവും എന്നുള്ള വാക്ക്. പിന്നെ ഇന്ന് മാത്രം പോരാ, അതിനുള്ളതായിരിക്കുന്നുണ്ടാണ് നമ്മളെല്ലാവരും സംബന്ധിച്ച് നമ്മൾക്ക് എന്തില്ല ആക്ഷേപിക്കാനുള്ളതായിരിക്കുന്നു. ഓരോ ചെരുപ്പൊക്കെ നേരെ വെച്ചിരുന്നോ? ചെരുപ്പ് ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. പേര് പെട്ടെന്ന് അറിയില്ല എന്നേ ഉള്ളൂ. ഒരുപാട് കാരണവന്മാരും അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ ആദരണീയനായ തങ്ങൾ മുസ്തഫ ബാഅലവി തങ്ങൾ ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ ഈ വേദിയിൽ എത്തിച്ചേരും. നമ്മുടെ ഏറ്റവും പ്രധാനമായ അവർക്കൊക്കെ വേണ്ടി നമുക്കൊന്ന് ആത്മാർത്ഥമായി ഈ പിഞ്ചു മക്കളുടെ സവിധത്തിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യണം. അത് എവിടെയാണ് പോയി തറക്കുക, അത് എവിടെയാണ് പോയി പതിക്കുക എന്ന് പറയാൻ കഴിയാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയത് ദുആ ചെയ്യലാണ്. അതല്ലാതെ നമുക്ക് ഒന്നുകൂടെ ഒരുപാട് മുമ്പ് തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വായനയും പഠനവും എഴുത്തും എത്രത്തോളം പ്രസക്തി നേടുന്നുണ്ട് എന്ന് ഈ ഒരൊറ്റ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വായനക്കും പഠനത്തിനും ഒരുപാട് പ്രാമുഖ്യമുണ്ട് എന്നുള്ളതാണ് ലോകത്തെ ആദ്യമായി അവതരിച്ച പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ വായനയും പഠനവും അത് പ്രധാനമാണ് എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും ഒരു മനുഷ്യനെ ഉയർച്ചയിലെത്തിക്കുന്നത് അത് അറിവാണ്. അറിവാണ് ഒരു മനുഷ്യനെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. സയ്യിദുനാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, സയ്യിദുനാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, അങ്ങനെ തുടങ്ങിയ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. സമ്പത്ത് വേണോ അതല്ല അറിവ് വേണോ എന്ന് ചോദിച്ചപ്പോ ശ്രദ്ധിക്കില്ലാരും കേൾക്കണ്ടോ? ഒരു പൈത്ത് ചൊല്ലിക്കാണ്, എല്ലാവരുടെ കൂടെ ഒരു പൈത്ത് ചൊല്ലിക്കാണ്. ഇവിടെ നൊച്ചുണ്ടാക്കാതിരിക്കും. പായസം കണ്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ കേട്ടോ. പായസം വേണ്ടത് എന്നാ ഒരു പൈത്ത് ചൊല്ലി ഞങ്ങളെ
സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ സ്വീകരിക്കണേ റഹ്മാനെ. ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ ഒരു അപകടത്തിലും പെടുത്താതെ നിന്റെ കാവൽ അവർക്ക് പ്രസിഡന്റ് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ കിഡ്നി രോഗികളായ ആളുകൾ, ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്. ഞാനിവിടെ വന്നിങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ഒരു സഹോദരൻ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമുണ്ടെന്ന് പറഞ്ഞു. മറ്റൊരു സഹോദരൻ, ആ സഹോദരന്റെ കിഡ്നി മാറ്റിവെച്ച് വിശ്രമത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഞാൻ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് പലരും രോഗികളുണ്ടാകും. അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകണേ റഹ്മാനെ, നീ ശിഫ നൽകുന്നതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഒരു മണിക്കൂർ സമയമാണ് നമ്മുടെ കുട്ടികൾക്ക്. ഭാരവാഹികൾ, കമ്മിറ്റി ഭാരവാഹികൾ ആരെങ്കിലും അത് എടുത്തോളും, അവിടെ തന്നെ വെച്ചോളി കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പൊ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ്. നമ്മുടെ വലിയ കുട്ടികൾക്കെങ്കിലും ഏറ്റവും കൂടുതൽ മാസത്തിൽ കൂടുതലും സ്കൂളുള്ള ദിവസങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ മദ്രസകളൊക്കെ പോകുമ്പോൾ അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ആ സ്ഥാപനം നന്നാവും, എല്ലാം നന്നാവും. അതൊന്നുമില്ല വെറുപ്പങ്ങനെ വരിക ഇതിലൂടെ ഒരു നിയമത്തിലൂടെ കൊണ്ടുപോകാൻ ഒരിക്കലും നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. അതിന് നിങ്ങളൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് 4ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികളും, 4ാം ക്ലാസ്സല്ല 3ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും ഫർദ നമ്മുടെ മദ്രസയിലേക്ക് വരുമ്പോൾ നിർബന്ധമാണ്. 1-2 ക്ലാസ്സിലെ മക്കൾ ചെറിയ മക്കളാണല്ലോ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും ഫർദ പെൺകുട്ടികൾക്ക് നിർബന്ധമാണ്. നിങ്ങളൊരു തീരുമാനത്തിൽ ഇന്ന് തന്നെ എത്തുകയും നാളെ മുതൽ കുട്ടികൾ വരും. ആ നൽകുന്നവരുടെ ജോലിയിൽ പറക്ക അത് കഴിഞ്ഞേ പോകാവൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് മുഹിമ്മാത്തുൽ ഇസ്ലാമിലെ നവാഗതർക്ക് സയ്യിദ് ബാഅലവി തങ്ങൾ ആദ്യാക്ഷരം കുറിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആളുകൾ അവിടെ തന്നെ സീറ്റിൽ പോയിട്ടിരിക്കുക.